ഈ നടക്കുന്ന SIRന് ശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഫലവും കണ്ടു. SIR ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് 12 സംസ്ഥാനങ്ങളിലാണ്. അതിൽ കേരളമുണ്ട്, തമിഴ്നാടുണ്ട്, പശ്ചിമ ബംഗാളുണ്ട്. കേരളത്തിൽ BJPക്ക് സ്വപ്നങ്ങളുണ്ട്, തമിഴ്നാട്ടിൽ ലക്ഷ്യങ്ങളുണ്ട്, പശ്ചിമ ബംഗാളിൽ വലിയ ലക്ഷ്യങ്ങളുണ്ട്. സോ അടുത്ത ഈ പ്രധാനപ്പെട്ട കീ സ്റ്റേറ്റ്സിൽ സംഭവിക്കാൻ പോകുന്നത് എന്തായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക ഈ പാർട്ടികളിപ്പോൾ വലുതായി ഉയർത്തേണ്ട സന്ദർഭമാണോ? ആ നിലയ്ക്കുള്ള ഒരു ഗൗരവത്തിലേക്ക് അവർ സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ടുണ്ടോ? കേരളവും ബംഗാളും കരുതിയിരിക്കണം. തമിഴ്നാട് തൽക്കാലം നമുക്ക് വിടാം. കാരണം തമിഴ്നാട്ടിൽ അങ്ങനെ എന്താണ് അംബീഷ്യസ് ആയിട്ട് BJP അങ്ങനെ പ്ലാനുകളില്ല. കാരണം അത്രയും അക്കം അവർക്ക് അവിടെ ഇല്ല എന്നുള്ളതാണ്. മറ്റൊന്ന് DMK അതിശക്തമാണ്. അതായത് സൊസൈറ്റി പാകമായിട്ടില്ല. ഇപ്പോൾ കേരളത്തിൽ ബംഗാളിലുണ്ടെന്ന് പറയാൻ കേരളവും ബംഗാളും സഫ്രോണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 2 സംസ്ഥാനങ്ങളാണ്. ബംഗാൾ പ്രത്യേകിച്ച് എൻ്റെ ബംഗാളിൽ എനിക്ക് ക്ലാസ്മേറ്റ്സ് ഉണ്ട്, എൻ്റെ കൂടെ പഠിച്ച ആളുണ്ട്. ഞാൻ അവരോട് സംസാരിക്കുമ്പോൾ വരുന്ന പ്രശ്നം ബംഗാളിൻ്റെതായ ഒരു ഹൈന്ദവതയുണ്ട്. ബംഗാളിന് കാളിമാതാവുണ്ട്. അതൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടുകയാണ്. ഇപ്പോൾ എൻ്റെ ഒരു ക്ലാസ്മേറ്റ് പറയുകയാണ്, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെയും രാംനവമി കണ്ടിട്ടില്ല. ബംഗാളിൽ കൊൽക്കത്തയിൽ അവിടെ ദുർഗാഷ്ടമിയാണ് ഉള്ളത്. ഈ രാംനവമിയൊക്കെ വരികയാണ്, എവിടെ നിന്ന് വരുന്നത് അറിയില്ല. പുതിയ ആഘോഷങ്ങൾ വരികയാണ്. അങ്ങനെ ഹിന്ദുത്വ പ്രൊജക്റ്റിന് ആവശ്യമായ ആഘോഷങ്ങൾ സെലിബ്രേഷനുകൾ പോലും ബംഗാളിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. കേരളവും വ്യത്യസ്തമല്ല. കേരളത്തിൽ വേറെ രീതിയാണ്. അവിടെ ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ നടക്കണമെങ്കിൽ കേരളത്തിൽ ഹേറ്റിൻ്റെ ഒരു പ്രൊപ്പഗേഷനാണ് നടക്കുന്നത്. അത് നല്ല തോതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 സംസ്ഥാനങ്ങളും ബംഗാളും കേരളവും RSSൻ്റെ നോട്ടപ്പുള്ളികളാണ്. തമിഴ്നാട് നമുക്ക് തൽക്കാലം മാറ്റിയത്. കാരണം അവിടെ അവർ പാകപ്പെട്ടിട്ടില്ല. അവിടെ ഈ അർത്ഥത്തിൽ അവർക്ക് പുതുതായിട്ട് ഇറക്കുമതി ചെയ്യേണ്ട പുതിയതായിട്ട് സെലിബ്രേഷൻ ഒന്നുമില്ല. കാരണം അവർക്ക് ആവശ്യത്തിലധികം സെലിബ്രേഷൻസ് ഉണ്ട്. മറ്റൊന്ന് മുസ്ലിം വെറുപ്പ് കാര്യമായി വിലപ്പോവാത്ത ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് തമിഴ്നാട്ടിൽ പ്രത്യേകമായി ഈ SIRൽ പ്രത്യേകമായി അവർക്ക് പ്രൊജക്റ്റ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി നമുക്കറിയില്ല വേറെ എന്തെങ്കിലും സിനിക്കൽ ഓപ്പറേഷനൊക്കെ ഉണ്ടാവുമോ എന്നുള്ളത്. കേരളവും ബംഗാളും തീർച്ചയായിട്ടും കരുതിയിരിക്കണം. അത് നിർബന്ധമായും കരുതിയിരിക്കേണ്ട കാര്യമാണ്. അതിനർത്ഥം ഈ നമുക്ക് എന്തോ അതിജയിക്കാൻ കഴിയാത്തൊരു മഹാശക്തിയായി BJP മാറി അങ്ങനെ ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെ ഒരു മഹാശക്തിയല്ല BJP ഇന്ത്യയെ സംബന്ധിച്ച്. ടോട്ടൽ ഇന്ത്യ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവസാനം 2024 ലോക്സഭ തെരഞ്ഞെടുപ്പ് എടുത്തു നോക്ക്. അതിൽ അവർക്ക് കേവല ഭൂരിപക്ഷം നൽകാതിരുന്നതും 400 സീറ്റ് എന്ന അവരുടെ മോഹം നൽകാതിരുന്നത് ഏത് സംസ്ഥാനമാണ്? അവരുടെ തന്നെ 2017 അവർ എന്താണ് അക്രോസ് ദ ഓൾ കാസ്റ്റസ് ഹിന്ദുത്വം ആവേശിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വീമ്പിളക്കിയ ഉത്തർപ്രദേശാണ്. മോദിയെ പിടിച്ചു കെട്ടിയത് ഉത്തർപ്രദേശാണ്. അതർവൈസ് അവർ ഈ പറയുന്ന 400 കടന്നു പോയാനെ. ഉത്തർപ്രദേശ് അവരെ പിടിച്ചു നിർത്തിയെങ്കിൽ പിന്നെ ഏത് സംസ്ഥാനത്താണ് അത് കഴിയാത്തത്? എവിടെയാണ് ജനങ്ങൾക്ക് അത് തടഞ്ഞു നിർത്താൻ കഴിയാത്തത്? പ്രശ്നം ജനങ്ങളുടെ വില്ലല്ല പ്രശ്നം. കാരണം ഇത്രയും നാൾ രാഷ്ട്രീയ പാർട്ടികൾ നേരിട്ടുകൊണ്ടിരുന്ന തെരഞ്ഞെടുപ്പല്ല ഇപ്പം നേരിടുന്നത്. നിങ്ങളുടെ മുഴുവൻ ഡാറ്റയും ഈ 140 കോടി മനുഷ്യരുടെ ഡാറ്റയും ഒറ്റ കൺട്രോൾ റൂമിൽ, ഒറ്റ സ്റ്റോറേജ് റൂമിൽ ഉള്ള ഒരു ഭയാനകമായ ഭരണകൂടമാണ്. അവരുടെ ഈ മുഴുവൻ ഡാറ്റയും ഉണ്ട്. നിങ്ങൾ അനങ്ങുന്നത് എവിടെയാണെന്ന് അറിയാം. ഈ ഡാറ്റ ആർക്കില്ല? മറ്റ് പ്രതിപക്ഷ കക്ഷികൾക്കില്ല. കേരളത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും തമിഴ്നാട്ടിലെ മുഴുവൻ വോട്ടർമാരുടെയും ഡാറ്റ ഡൽഹിയിലെ ഒരു ബട്ടണിൽ ലഭ്യമാണ്. BJPക്ക്, അമിത്ഷായ്ക്ക് ലഭ്യമാണ്. ആ ഡാറ്റ പോട്ടെ, വോട്ടർ ലിസ്റ്റ് പോലും ചോദിച്ചാൽ കിട്ടാത്ത പ്രതിപക്ഷ പാർട്ടികളാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് ഡാറ്റയാണ് ഏറ്റവും വലിയ വെപ്പൺ. അവരുടെ ആ ഡാറ്റ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അവർക്കറിയാം അവർക്ക് വോട്ട് ചെയ്യില്ല എന്നുള്ളത്. ബീഹാറിൽ എത്ര പേര് BJPക്ക് നിതീഷിനും ഇക്കുറി വോട്ട് ചെയ്യുമെന്ന് ഒരു സ്വിച്ച് അമർത്തിയാൽ അവർക്ക് മനസ്സിലാവും. അത് മറികടക്കാനുള്ള മാർഗ്ഗമാണ് അവർ നോക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള പരമ്പരാഗത രീതിയിൽ ഈ ശക്തിയെ മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ദാവൂദ് നേരത്തെ VP സിംഗിൻ്റെ കാര്യം പറഞ്ഞല്ലോ. കോൺഗ്രസ് അന്ന് VP സിംഗിനെ പിന്തുണച്ചിരുന്നെങ്കിൽ രാജ്യത്തിൻ്റെ ഡെസ്റ്റിനി വേറെ ആയിപ്പോണ്. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയല്ല. അന്ന് കോൺഗ്രസ് ഇനി പിന്തുണച്ചു എന്ന് കരുതുക. പിന്തുണച്ചു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുക? അവിടെ 2 രാഷ്ട്രീയം രൂപപ്പെടും. ഒന്ന് VP സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഈ പറയുന്ന മണ്ഡല രാഷ്ട്രീയവും, മറുവശത്ത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം എന്തായിരിക്കും പറയുക? ഇന്നത്തെ BJPയുടെ രാഷ്ട്രീയമായിരിക്കും. BJPയുടെ രാഷ്ട്രീയം ഉണ്ടാവുക. മറ്റൊരു BJP ആയി കോൺഗ്രസ് മാറും. അത് അതിലും വലിയ അപകടമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊരു എന്താണ് പറയുക, പല ബിന്ദുക്കളിലൂടെ സഞ്ചരിക്കുന്ന ഒരു നേർരേഖയാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ 2014 മോദി അധികാരത്തിൽ കയറുമ്പോൾ ഒരു സംഘപരിവാർ പ്രവർത്തനോട് സ്വകാര്യമായി പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ 50 വർഷം ഭരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ ആത്മവിശ്വാസം? ഞങ്ങൾ 50 വർഷം ഭരിക്കും. അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷം കോൺഗ്രസ് അധികാരത്തിൽ വന്നിട്ട് ഇത്ര നാൾ ഭരിച്ചില്ല, അതുപോലെ തന്നെ ഞങ്ങൾ ഭരിക്കും. അപ്പോൾ നിങ്ങൾ എന്ന് താഴെ ഇറങ്ങും? നിങ്ങൾ താഴെ ഇറങ്ങുമോ? എന്നെങ്കിലും ഇറങ്ങും. അത് ഇറങ്ങണമെങ്കിൽ കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല. അയാൾ എടുത്തു പറഞ്ഞൊരു കാര്യം, ഒരു പുതിയ രാഷ്ട്രീയം ഞങ്ങൾക്കെതിരെ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസിനെതിരെ ഉയർന്നു വന്നതുപോലെ പുതിയ രാഷ്ട്രീയം ഇന്ത്യയിൽ നിന്ന് ഉയർന്നു വരണം. കോൺഗ്രസിനെ കൊണ്ട് സാധിക്കില്ല എന്ന് പറയാൻ കാരണം കോൺഗ്രസ് ട്രഡീഷണലായിട്ട് ചിന്തിക്കുകയും ട്രഡീഷണലായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യണം. അവരെ പോലുള്ള എതിരാളികളെ അവർക്ക് നേരിടാൻ കഴിയും. കോൺഗ്രസിനെ പോലെ മറ്റൊരു എതിരാളിയെ അവർക്ക് നേരിടാൻ കഴിയും. അവർ ജനാധിപത്യവാദികളാണ്. അവരുടെ ഉള്ളിൽ ആ ജനാധിപത്യമുണ്ട്. പക്ഷെ ഒരു ഫാഷിസ്റ്റ് ശക്തിയെ എതിരിടാൻ ട്രഡീഷണലായിട്ടുള്ള പരമ്പരാഗതമായ രാഷ്ട്രീയ ശൈലി പറ്റില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, രാഹുൽ ഗാന്ധി ഇടയ്ക്ക് സംസാരിക്കുന്നൊരു കാര്യമുണ്ട് ജെൻസി കുട്ടികളോട്, നിങ്ങളാണ് ഈ രാജ്യത്തെ രക്ഷിക്കേണ്ടത്.
ഈ ജെൻസിയോട് ഈ രാഷ്ട്രീയ പാർട്ടികൾ, കോൺഗ്രസ് മാത്രമല്ല കേട്ടോ, മറ്റ് പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ എത്രമാത്രം ഡിബേറ്റ് നടത്തുന്നുണ്ട്, ഡയലോഗ് നടത്തുന്നുണ്ട്, അവരെത്ര രാഷ്ട്രീയമായി എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയമായ എഡ്യൂക്കേഷൻ സ്വന്തം പാർട്ടി അണികളിൽ എത്ര പേർ നടത്തുന്നുണ്ട്, സ്വന്തം വോട്ടർമാരിൽ എത്ര പേർ രാഷ്ട്രീയ എഡ്യൂക്കേഷൻ നടത്തുന്നുണ്ട്. പുതിയ തലമുറയോട് നിങ്ങളുടെ രാജ്യമാണിത്, ഈ പുതിയ തലമുറ എന്താ ചെയ്യാൻ പോകുന്നറിയാം? അവർ പ്രായപൂർത്തിയാകുമ്പോൾ ഇവിടുന്ന് പോവുക, എന്നിട്ട് പാസ്പോർട്ട് റിലിംഗ്വിഷ് ചെയ്ത് വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയിട്ട് പൗരത്വം എടുക്കുകയാണ് ചെയ്യുന്നത്. പറ്റുന്നവർ അതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ ലക്ഷ്യവും സ്വപ്നവും അതാണ്. ഇത് ഞങ്ങളുടെ രാജ്യമാണ്. ഏതുപോലെ സ്വാതന്ത്ര്യ സമര സമയത്ത് അന്നത്തെ യുവാക്കൾ, വിദ്യാർത്ഥികൾ, ഇത് ഞങ്ങളുടെ രാജ്യമാണ്, ഞങ്ങളുടെ രാജ്യം വേറൊരു രാജ്യം ഭരിക്കുകയാണ്, ഞങ്ങൾ കോളനീകരിക്കപ്പെട്ടിരിക്കുകയാണ്, ഞങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുകയാണെന്നുള്ള ബോധം അവർക്ക് വന്നപ്പോഴാണല്ലോ അവർ തെരുവിലിറങ്ങിയത്. അതിന് ഗാന്ധി എന്നൊരു ഐഡിയ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മുടെ രാജ്യം മറ്റൊരു തരത്തിൽ അപകടത്തിലാണ്. നമ്മുടെ ജനാധിപത്യം നശിച്ചുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ പ്ലൂറൽസ് ഇല്ലാണ്ടാവുകയാണ്, സെക്യുലറിസം ഇല്ലാണ്ടാവുകയാണ്, ഇന്ത്യ എന്ന ആശയം ഇല്ലാണ്ടാവുകയാണ് എന്ന തോന്നൽ ഈ പുതിയ തലമുറയ്ക്ക് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പ് ജയിച്ചാൽ മതി. നിങ്ങളെ കൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയില്ല എന്നാണ് ബീഹാർ തെളിയിക്കുന്നത്. ഗുരുദാസ് സാഹിബ്, ഞാൻ അവസാനം ചോദിക്കുന്നത് അതിലേക്ക്, അതായത് ഒരു ബേസിക് അടിസ്ഥാനപരമായ മൗലികമായ ത്രെട്ട് എന്താണെന്ന് മനസ്സിലാക്കി അതിന്മേൽ ഒരുമിക്കുന്നതിൽ ഇന്ത്യയിലെ പ്രതിപക്ഷ ചേരിൽ നിൽക്കുന്ന കക്ഷികൾക്ക് എന്തുമാത്രം വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ തന്നെ നമ്മൾ വെറുതെ സോഷ്യൽ മീഡിയ നോക്കിയാൽ കോൺഗ്രസ് അവിടെ ഈ ഫ്രണ്ട്ലി മാച്ച് കളിച്ചത് കൊണ്ടാണ് തോറ്റത്, കോൺഗ്രസിന് സംഘടന ഇല്ലാത്തതുകൊണ്ടാണ് തോറ്റത്, കോൺഗ്രസിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്ന മട്ടിൽ കോൺഗ്രസ് വിമർശനത്തിലേക്ക് ചുരുക്കിയിരിക്കുകയാണ് ഈ പ്രശ്നത്തിലെ മുഴുവൻ കാര്യങ്ങളെയും ഇപ്പുറത്ത് നിൽക്കുന്ന ലെഫ്റ്റിസ്റ്റുകളായിട്ടുള്ള ആളുകൾ പോലും. സത്യത്തിൽ ഈ പറയുന്ന നേരത്തെ അജിംസ് പറഞ്ഞ വൻകിട കോർപ്പറേറ്റായി മാറിയ ഒരു ഭരണകൂടം ചെയ്തു കൂട്ടുന്ന സംഗതികളോട് നാം വേറെ തന്നെ ഒരു സമീപനം എടുക്കേണ്ടതുണ്ട് എന്നൊരു പോയിന്റിലേക്ക് എല്ലാവരും വരുന്നില്ല എന്നുണ്ടോ? അതിൽ നിഷാദ് ഇപ്പോൾ ആദ്യം പറഞ്ഞാൽ എത്രത്തോളം പ്രതിപക്ഷം അവരുടെ ഒരു റീയൂണിഫിക്കേഷൻ നടക്കണമെന്ന് പറഞ്ഞല്ലോ. അതിൽ ഞാൻ ഒരു സെനാരിയോ പറയാം. സംഭവിച്ച കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഈ വോട്ടർ അധികാര യാത്ര നടക്കുകയാണ് രാഹുൽ തേജസ് യാദവിൻ്റെ നേതൃത്വത്തിൽ. അതിൻ്റെ ഒരു ദിവസം ഒരു സന്ദർഭത്തിൽ വേദിയിലേക്ക് ഇദ്ദേഹം വേച്ച് വയ്യാഞ്ഞിട്ടും വേച്ച് കയറി വരുന്നുണ്ട്. വൃദ്ധനായ ലാലു അവിടെ കയറി വന്നു. ഒരു ഭാഗത്ത് തേജസ്വി, ഒരു ഭാഗത്ത് രാഹുൽ. അവിടുന്ന് വളരെ പതുങ്ങിയ ശബ്ദത്തിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ് ജനങ്ങളോട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആരെ കൂടെയാണ് ലാലു വേദി പങ്കിട്ടിരിക്കുന്നത്? 1970-കളിൽ ഈ രാഹുലിൻ്റെ മുത്തശ്ശിയാണ് ഇങ്ങനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത് അല്ലേ? അന്ന് ജയിലിൽ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ റബ്ബറി പ്രസവിക്കുന്നത്. ആ കുഞ്ഞിന് ലാലുവിട്ട പേരെന്താണെന്ന് ഓർമ്മയുണ്ടോ? മിസ. അവരുടെ നിയമമാണ്. മിസ പ്രകാരമാണ് ലാലു ജയിലിൽ കിടക്കുന്നത്. ആരാ ജയിലിട്ടിരിക്കുന്നത്? ഈ രാഹുലിൻ്റെ മുത്തശ്ശി. മെയിൻ്റനൻസ് ഓഫ് ഇൻ്റേർണൽ സെക്യൂരിറ്റി ആക്ട്. അപ്പോൾ മിസ പ്രകാരം ജയിലിൽ കിടക്കുമ്പോൾ തനിക്ക് പിറന്ന കുഞ്ഞിന് മിസ എന്ന് പേരിട്ട് ലാലു. അന്ന് തന്നെ അകത്തിട്ട ഇന്ദിരാഗാന്ധിയുടെ കൊച്ചുമകനോടൊപ്പം ഇദ്ദേഹം ഇന്ന് വേദിയിൽ കയറി സംസാരിക്കുകയാണ്, പ്രസംഗിക്കുക. അദ്ദേഹത്തിന് സംസാരിക്കാൻ വയ്യ, പക്ഷേ അദ്ദേഹം വരുന്നു. രോഗിയാണ്, പക്ഷെ വരുന്നു. വെച്ചാണെങ്കിലും സ്റ്റേജിൽ കയറുന്നു, വരുന്നു, സംസാരിക്കുന്നു. എന്താണ് സംസാരിക്കുന്നത്? നമുക്ക് ഇവനെ പുറത്താക്കണം, മോഡിയെ പുറത്താക്കണം. രാഷ്ട്രീയം ഒന്ന് തന്നെയാണത്. അന്ന് എന്തിനാണ് ലാലു അകത്ത് കിടന്നത്? അന്ന് ജനാധിപത്യം ധ്വംസിക്കപ്പെട്ടപ്പോൾ അതിനെതിരായ ഒരു തീപ്പൊരി വിദ്യാർത്ഥി നേതാവായിരുന്നു ലാലു. ഇന്ന് വാർദ്ധക്യത്തിൽ അദ്ദേഹം അതേ മിഷനുമായിട്ട് വീണ്ടും വരികയാണ്. എന്ന് പറഞ്ഞാൽ ആ ഒരു ധാരണ അതൊന്നും ഇല്ലാത്തവരല്ല ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർ, പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റ് ലാലുവിനെ പോലുള്ള ആളുകൾ. ലാലുവിൻ്റെ രാഷ്ട്രീയ യാത്ര, അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ നൽകിയുള്ള സംഭാവനകളൊക്കെ വേറെ പഠിക്കേണ്ട വലിയ വിഷയമാണ്. പക്ഷേ അദ്ദേഹത്തെ ഒരു കോമാളി രാഷ്ട്രീയക്കാരനായിട്ട്, ഒരു ജംഗിൾ രാജനാളായിട്ടാണ് നമ്മുടെ മീഡിയ മൊത്തത്തിൽ അതൊക്കെ ശ്രദ്ധിക്കണം. ഇപ്പം ലാലുവിനെക്കുറിച്ച് പറയുമ്പോൾ ഒരിക്കലും RJD പ്രസിഡൻ്റ് എന്ന വാക്ക് നമ്മുടെ മാധ്യമങ്ങൾ ഉപയോഗിക്കാറില്ല. RJD ചീഫ് എന്ന് ഉപയോഗിക്കുള്ളൂ. എന്തിനാണ് അങ്ങനെ ഉപയോഗിക്കുന്നത്? അപ്പോൾ പ്രസിഡൻ്റ് എന്ന് പറയുമ്പോൾ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷെ ചീഫ് എന്ന് ഉപയോഗിക്കുമ്പോൾ അതിന് വേറൊരു സെൻസാണ് വരുന്നത്. ഇങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് വാർത്തകൾ എഴുതുമ്പോൾ പറയുമ്പോൾ ഉപയോഗിക്കുന്ന പദാവലികൾ പോലും ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. ഇന്ന് ഇന്ത്യയിലെ ഈ സവർണ രാഷ്ട്രീയം ഏറ്റവും ഭയപ്പെട്ട ഒരു രാഷ്ട്രീയ ബിംബമായിരുന്നു അദ്ദേഹം. അദ്ദേഹം UPA ഗവൺമെൻറ് കാലത്ത് റെയിൽവേ മിനിസ്റ്ററായപ്പോൾ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്തായിരുന്നു എന്ന് കാണണം. അന്ന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് IIM-ൽ പഠന വിഷയമായിരുന്നു ലാലുവിൻ്റെ ഈ റെയിൽവേ അഡ്മിനിസ്ട്രേഷൻ. അപ്പോൾ അത്രയും അത്രയും വലിയൊരു മനുഷ്യനാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ രാഷ്ട്രീയത്തിൽ ഈ പറയുന്ന രാഷ്ട്രീയം ഒരു PN ഗോവണിയാണ്. ഈ സമാനമായ ഒരു മൊമെൻ്റാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ ഉള്ള ലീഡിങ് ട്രെൻഡുകൾ ശരിയാവുകയാണെങ്കിൽ, അങ്ങനെ തന്നെയാണ് റിസൾട്ട് വരുന്നതെങ്കിൽ, കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടിയായി മാറുകയാണ് അവിടെ MIM. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കോൺഗ്രസിനോട് നിങ്ങളെ ഈ മഹാഗഡ്ബന്ധനിൽക്ക് ഞങ്ങൾക്കൊരു ബർത്ത് തരണം,
6 സീറ്റ് മതി, ഞങ്ങൾക്കൊരു ബർത്ത് തരണമെന്ന് കെഞ്ചിയ പാർട്ടി ഈ ലീഡിങ് ട്രെൻഡ് ശരിയാകുകയാണെങ്കിൽ കോൺഗ്രസിനേക്കാൾ വലിയ പാർട്ടിയാകുകയാണ്. ഇപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ചരിത്രം ഒരു പിരിയൻ ഗോവണിയാണെന്ന് ഞാൻ പറയാറുണ്ട്. ഈ പല നിലക്കത് മാറി തിരിഞ്ഞ് എന്താണ് മുമ്പ് പിരിഞ്ഞു പോയ പോയിന്റുകൾ വീണ്ടും കണ്ടുമുട്ടുകയൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം തുടക്കത്തിൽ അജിംസ് പറഞ്ഞ ഒരു പോയിന്റ് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാൻ തോന്നുന്നത്. ഇതൊരു ഒരു മൊമെൻ്റാണ് ബീഹാർ എന്ന് പറയുന്നത്. കാരണം ഇതൊരു മൊമെൻ്റ് ആകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു സംഗതി H-ഫയൽ പത്രസമ്മേളനത്തിന് ശേഷമാണ് ബീഹാർ നടക്കുന്നത്. അന്ന് എന്താണോ ആ പത്രസമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ രാഹുൽ എന്താണോ പറഞ്ഞത് അതാണ് ബീഹാറിൽ ഇന്ന് വന്നിരിക്കുന്നത്. കുറച്ചും കൂടെ ഒരു ബോധ്യം അങ്ങനെ സംഗതി ഉണ്ട്. രാഷ്ട്രീയ നേതൃത്വത്തിനും ജനങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു ബോധ്യമുണ്ടല്ലോ. ആ ഒരു ബോധ്യം നമ്മളുടെ ഈ സാധാരണ രാഷ്ട്രീയം മതിയാവില്ല. പുതിയൊരു രാഷ്ട്രീയത്തിലേക്ക്, പുതിയൊരു രാഷ്ട്രീയ പ്രവർത്തന സംസ്കാരത്തിലേക്ക്, പുതിയൊരു എന്താ പറയുക, ഒരു ഫ്രണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് മുന്നണി രൂപീകരണം എന്ന് വെച്ചാൽ കുറേ ഘടകകക്ഷികൾ ചേർത്ത് ഒരു അലയൻസ് ഉണ്ടാക്കുക എന്നുള്ള മുന്നണി രൂപീകരണം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി സമൂഹത്തിൽ ഉണ്ടാകേണ്ടി വരുന്ന ഒരു സോളിഡാരിറ്റിയാണ്. ആ ഒരു പുതിയൊരു സോളിഡാരിറ്റി, ഒരു പൊളിറ്റിക്കൽ സോളിഡാരിറ്റി ഫോം ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിലേക്ക് രാജ്യത്തിന് കൂടുതൽ തീവ്രമായ ബോധം വരുന്നൊരു ദിവസമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. BJP സഖ്യത്തിന് വലിയ വിജയം ബീഹാറിൽ നേടാൻ കഴിഞ്ഞു, വിചാരിച്ചതിനേക്കാൾ വലിയ വിജയം. പക്ഷേ മറ്റൊരു തെരഞ്ഞെടുപ്പിലും ഇല്ലാത്ത വിധമുള്ള വലിയ ചോദ്യങ്ങൾ കൂടി ആ വിജയത്തിനൊപ്പം ജനം ഉയർത്തുന്നു എന്ന പ്രശ്നം ഈ തെരഞ്ഞെടുപ്പിനുണ്ട്. അത് വിശദീകരിക്കാത്തിടത്തോളം കാലം, അതിൽ നിന്ന് ഒഴിയുന്നിടത്തോളം കാലം അതുണ്ടാക്കുന്ന അപകടത്തിൻ്റെ ആഴം കൂടിക്കൊണ്ടാണ് ഇരിക്കുക.